നമസ്കാരം. അപ്പോൾ നമ്മുടെ വട്ടവടയിൽ ഇത് രണ്ടാം ദിവസമാണ്. ഇന്നത്തെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ട്രക്കിംഗ് ആണ്. അതായത് നേരെ അങ്ങ് വെളുത്ത് വരുന്നതേ ഉള്ളൂ. നമുക്ക് ഇപ്പോൾ ഒരു ജീപ്പ് വരും. ഇന്ന് ട്രക്കിങ്ങിന് വേണ്ടി പോയി വട്ടവട ഒന്ന് ചുറ്റി കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ കാഴ്ചകളിലേക്ക് പോകാം. എന്തൊക്കെ സർപ്രൈസസ് ആയിരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിൽ പോലും നമുക്ക് വഴിയെ ഓരോ വട്ടവട കാഴ്ചകളും കണ്ടുപോകാം. നല്ല ചെറിയൊരു തണുപ്പാണ്. ആ മൗണ്ടൻ നോക്കി, ആ മൗണ്ടനിലേക്ക് ഇങ്ങനെ സൂര്യന്റെ പ്രകാശമൊക്കെ വന്നിട്ട് ഈ മൗണ്ടൻ ഇപ്പൊ നല്ല നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കണേണ്. അതായത് നല്ല വെളിച്ചത്തോടു കൂടി മൗണ്ടൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, അതിനുശേഷം നമുക്ക് ട്രക്കിങ്ങിന് പോകാം. ഓക്കെ, നിങ്ങൾ എൻ്റെ കൂടെ പോന്നോളൂ. അങ്ങനെ നമ്മൾ ജീപ്പിൽ ഇങ്ങനെ കുടുങ്ങി സഞ്ചരിച്ച് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വട്ടവടയിൽ ഭ്രമയുഗം, നായാട്ട് എന്നീ രണ്ട് നല്ല മലയാള സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലം കേട്ടോ. അപ്പൊ ഈ വട്ടവടയിലാണ് ഈ രണ്ട് ചിത്രങ്ങളും ഷൂട്ട് ചെയ്ത്. എനിക്ക് തോന്നുന്നു തന്നെ ഇൻഡസ്ട്രിയിൽ തന്നെ നല്ലൊരു ഹിറ്റ് ചിത്രങ്ങളായിരുന്നു മമ്മൂട്ടിയുടെ ഭ്രമയുഗവും കുഞ്ചാക്കോ ബോബന്റെ നായാട്ടും എന്നുള്ള സിനിമയും. അതിന്റെ രണ്ട് ലൊക്കേഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയാണ്. ഇനിയും ഒത്തിരി സ്ഥലങ്ങൾ ഇന്ന് നമുക്ക് കണ്ടു തീർക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. നമ്മളിവിടെ ഒരു വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ ഗുഹയും കാണാൻ വേണ്ടി പോണേ. എന്താണ് ഈ വെള്ളച്ചാട്ടത്തിന്റെ പേര്? ട്രക്കിംഗ് നടത്തി ആദ്യത്തെ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഭ്രമയുഗം, നായാട്ടൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമായിരുന്നു നമ്മൾ കണ്ടത്. പിന്നെ അവിടെ നിന്ന് വളരെ ദുർഘടമായിട്ടുള്ള വഴി സഞ്ചരിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ചിലന്തിയാർ വാട്ടർഫോൾസിൽ എത്തിയിരിക്കുകയാണ്. ചിലന്തിയാർ വാട്ടർഫോൾസ് ആണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ, നല്ല പ്രകൃതിയാണത്. നമുക്ക് കാഴ്ച കാണാം.
നമുക്ക് ഈ ബ്രിഡ്ജ് കടന്നിട്ട് വേണം അപ്പുറേക്ക് പോകാൻ വേണ്ടി. ഓക്കെ, അപ്പൊ നമ്മൾ ഗുഹ കയറാൻ വേണ്ടി തുടങ്ങി. ക്യൂ ആണ്, നമുക്ക് നോക്കാം. അതെ, നമുക്ക് ഗുഹയൊക്കെ കയറി പുറത്തെത്തി കേട്ടോ. കാരണം ഗുഹ കയറുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഭയങ്കരമായിട്ട് കുനിഞ്ഞ് വേണം നമ്മൾക്ക് ഈ ഗുഹ കയറി ഇറങ്ങാൻ വേണ്ടി. ഞാൻ കാണിച്ചു തരാം അത്. അതുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല, വീഡിയോ എടുക്കാനും പറ്റത്തില്ല. പക്ഷേ മറ്റുള്ളവർ ഇറങ്ങുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ കാണുന്നത് കണ്ടില്ലേ, ആ പോയിന്റിലൂടെയാണ് ആൾക്കാർ കയറി ഇറങ്ങുന്നത്. അപ്പം നമ്മൾ ഗുഹയൊക്കെ കണ്ട് വെള്ളച്ചാട്ടവും കണ്ടത് ഇവിടെ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകണേ കേട്ടോ. നല്ല അഡ്വഞ്ചറസ് ആണ്. വട്ടവടയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ പ്ലേസ് മിസ് ചെയ്യരുത് കേട്ടോ. എല്ലാവരും തന്നെ വന്ന് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ട്രക്കിംഗ് നടത്തി നമ്മൾ സമുദ്രനിരപ്പിൽ നിന്ന് 6000 അടി മുകളിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ വ്യൂ പോയിന്റും അടിപൊളിയായിട്ട് കാണാം കേട്ടോ. കാരണം അതേ വട്ടവട കംപ്ലീറ്റ് അല്ലെങ്കിൽ മൂന്നാർ കംപ്ലീറ്റ് കാണുന്ന രീതിയിലാണ് ഈ ഒരു വ്യൂ പോയിന്റ്. അപ്പൊ അതിസുന്ദരമായിട്ടുള്ള കാഴ്ചയാണ്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു ചായ കുടിച്ചതിന് ശേഷം കാണിച്ചു തരാം.